ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞു എന്ത് ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇതെങ്ങനെയുണ്ട്? ഡ്രസ്സ് എങ്ങനെയുണ്ട്? എൻ്റെ പുതിയതാ, അടിപൊളി. ഓക്കെ ഗൈസ്, ഹെൽമിലേക്ക് തിരികെ. അതെ 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 അതെ. ഇനിയിപ്പോൾ അത് അവസാനത്തെ പോകുമായിരിക്കും. ഇനിയിപ്പോൾ ടി സി വാങ്ങാൻ ഒരു പ്രാവശ്യം കൂടി പോകണ്ടേ? ഇതിപ്പോൾ ജസ്റ്റ് ആദരവ് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോകുന്നത്. പിന്നെ ഇറങ്ങുക, മഴ വരുന്നുണ്ട്. ഓക്കെ, ഇത് രസമുണ്ടോ ഷർട്ട്? ഷർട്ടും പാൻറ്റും ക്രോക്സും എല്ലാം ഒരേ കളറ്. എന്നാ പിന്നെ ശരിയേ. പറയാം. മഴ പെയ്യാനുള്ള ചാൻസ്. എന്നാ പിന്നെ ശരി കേട്ടോ. വഴിയൊക്കെ കിടക്കുന്നത് കണ്ടാൽ എന്നാ ശരി, പോവാം. ഓക്കെ, പോവാം. വണ്ടി വേഗത്തിൽ കിടന്ന് പൊഴുമ്പോ എൻ്റെ മുന്നിൽ പൊക്കറ. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ പറമ്പിലാണല്ലോ. ഇത്രയും ഇരിക്കുന്ന ഭാഗ്യ എല്ലാം ഉണ്ട്. ഏറിയത് പിന്നെ ചീപ്പില്ലാണ്ട് ചെരുപ്പ് കണ്ടില്ലേ? ചെരുപ്പ് വൃത്തിയായിട്ട് എന്തിനാ നോക്കാം ഭാവിയിൽ. അതെ എവിലിൻ്റെ ഡ്രസ്സല്ലേ അത്? കണ്ടപ്പോൾ മാത്രമായിരിക്കും.
ഓ ഷർട്ട് പാൻറ് പഴയത് ഇവിടാ ഇന്നെന്താ ഇത് ഇവിടെ ഇങ്ങോട്ട് ഇവിടെ വെക്ക് ഇവിടെ വെക്ക് പൊട്ടിക്ക് ഓ ഷീറ്റ് ഇത് വേണ്ടേ ഹലോ ഗൈസ് വാട്ട്സ്ആപ്പ് നമുക്ക് എൻ്റേതായിരുന്ന റൂമിൽ കയറി നോക്കാം. എൻ്റെ അലമാര, എൻ്റെ കമ്പ്യൂട്ടർ, പിന്നെന്നതാ ബീൻ ബാഗ്, പിന്നെന്നതാ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് എന്തോരാ വീഡിയോ കോൾ വിളിച്ചേക്കുന്നത്. ഇത്ര നാൾ ഇതിലെ കൂടെ ഒക്കെ നടന്നുകൊണ്ട് പഠിച്ചതാ, അതുകൊണ്ടല്ലേ ഇപ്പം പിന്നെ വരാൻ പറ്റിയത്. മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് അല്ലെങ്കിൽ 2 വർഷം മുന്നേ ഈ സമയത്തൊക്കെ ഇതിലെ കൂടെ ഈ സമയത്ത് സ്കൂളിലായിരിക്കും. എൻ്റെ പൊന്നു മോനെ, ഓരോ എക്സാമിൻ്റെ സമയത്ത് എന്തോരമാണോ തൻ്റെ കൂടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. എനിക്ക് വയ്യ. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിക്കഴിയുമ്പോഴും കിട്ടാണ്ട് വന്നു കഴിയുമ്പോഴും എൻ്റെ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അന്നേരത്തേനും കിട്ടും, അത് വേറൊരു കാര്യം. നമുക്ക് പോകാനുള്ള വാഹനം ഇവിടെ തയ്യാറാക്കിയിടുന്നുണ്ട്. എത്ര തവണ ഓടി ഇറങ്ങിയ വഴികളായത് അല്ലേ. ടാറ്റ. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജ്യോതിഷ് ടീച്ചറൊക്കെ അതാ നടക്കുന്നു. ജ്യോതിഷ് ടീച്ചറും ജീവൻ ചേട്ടൊക്കെ അതാ ഗൈസ് ഇവിടെ നിൽപ്പുണ്ട്. ആഹാ, എന്താ പൊന്നെ, എന്തോരം ഇരുന്ന് ഭക്ഷണം കഴിച്ചു വെക്കുന്ന സ്ഥലമാണ് ഗൈസ് ഇത്. അവന്മാരൊന്നും ഇല്ലാണ്ടൊന്നും ഇവിടെ ഒരു സുഖമില്ല വന്നത്. പിള്ളേരൊക്കെ ബലൂണൊക്കെ ഇട്ടിട്ട് ഭയങ്കര സംഭവമാക്കിയിട്ടുണ്ട്. ഫ്ലെക്സ് അടിക്കാത്ത മോശമായിപ്പോയി, വേറെ ഒന്നുമില്ല, ഫ്ലെക്സ് അടിക്കാത്ത വളരെ മോശമായിപ്പോയി. അവിടെ ഉണ്ടാവും, നോക്കാം. ഞാൻ പറഞ്ഞോ എനിക്ക് എന്താ വലിയ ഞാൻ പറഞ്ഞോ പ്രിൻസിപ്പൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറാം. നമ്മുടെ ഹലോ എന്തൊക്കെ നല്ല കോച്ചുണ്ട്. ഇനിയിരുന്ന് ഗവേഷണം ചെയ്ത് നല്ല കോച്ച് ഉണ്ട്. ഇനിയോ നിൽക്കില്ലല്ലോ, കാര്യമില്ലല്ലോ, പൈസയൊന്നുമല്ല, പൈസയ്ക്ക് ഉള്ളത് മതി. നമ്മൾ കുറച്ചിരുന്ന് അടിച്ചു ജീവിക്കുക എന്നുള്ളതാണ് ജീവിതം. കുറേ പൈസ ഉണ്ടാക്കി കെട്ടിയുള്ള സ്ഥലത്ത് കെട്ടിയുള്ള സ്ഥലത്ത് മക്കൾ അതില്ല, അതൊക്കെ ഉപയോഗിച്ചാൽ ഒരാൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിച്ചാൽ ഇനിയിപ്പോൾ വിചാരിക്കും പ്രാക്ടിക്കൽ തലത്തിലേക്ക് നല്ല കോഴ്സ് പറഞ്ഞതാണ്.
എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. ചാൻസ് ഉള്ളതല്ല, ന്യൂസ് ഉറപ്പുള്ളത്. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ സാധനമില്ല. അക്കൗണ്ടിന് മാറ്റി വന്നല്ലേ സാറിന് അറിയാമല്ലോ. അത് റിസ്കല്ലേ, ടാക്സ് ലോ എന്തെല്ലാം ഉണ്ട്. സെക്കൻഡ് ഇയർ പഠിച്ചു, പക്ഷെ അമ്മ പോയതുകൊണ്ടാണ്. അതേ പക്ഷേ നല്ല മാർക്ക് കിട്ടിയാൽ കഴിച്ചല്ലേ. അവിടുത്തെ മഴ എന്ത് അവിടെ ഒരു സാധനം ഉണ്ട്, അതിപ്പോൾ കാണുന്നില്ല. ഇമാതിരി ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു ആറ്റത്ത്. വീഡിയോ എടുക്കുന്നുണ്ട്. ഏയ് ഇന്നത്തെ ഇത് സംസ്ഥാനം ചെറുതായിട്ടൊക്കെ കൊടുത്തു. ഞാൻ ഇന്നലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സോട് ചോദിച്ചു. അന്നേരം ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ മുറുമുക്കൻ രാജാവ് എന്ന് പറയുന്നത് അത്ര ഞാൻ കിടക്കുന്നു. നീ അതിനൊരു എഫേർട്ട് എടുത്തില്ല. എഫേർട്ടൊക്കെ എടുത്തു, പക്ഷേ ആദ്യം ഇട്ട എഫേർട്ട് അവസാനമായപ്പോഴത്തേനും കുളമായി. ഞാൻ ഫുൾ എഫേർട്ട് ഇടണം. ഞാൻ എപ്പോഴും എഫേർട്ട് ഇടേണ്ട ഈ സമയത്തല്ലേ ഇടുന്നു. റിസൾട്ട് ഉറപ്പിൽ ഞാൻ കിടന്നു അതൊക്കെ ദേഷ്യമാണ്. സമയത്തായിപ്പോയി അമ്പിന്റെ പോക്കും എല്ലാം കൂടെ. അതാണ് പറ്റിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എത്തിയത് തന്നെ പരീക്ഷ തുടങ്ങാറുണ്ട്. നെഗറ്റീവ് അത് പറ്റിപ്പോയി. CA കോച്ചിങ് പ്രാവശ്യത്തെ +2 അക്കൗണ്ട് പഠിപ്പിച്ച് സയൻസിൽ അങ്ങനെ നോട്ടബിൾ സ്റ്റുഡൻറ്റ് പോലും പാസ്സായോ? ഫുൾ പേപ്പർ കിട്ടി, ഫുൾ പേപ്പർ കിട്ടി, എല്ലാം കിട്ടി. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ടൊക്കെ അവരാ പഠിച്ചത്. എന്താ പണിയാണോ? നമ്മുടെയാ? ആ പ്ലസ് അലോട്ട്മെന്റ് അല്ലേ? സുഖല്ലേ? ഇല്ല, അമ്മ അങ്ങ് പോയില്ലോ. എവിടെ? ഒമാനില്. അതിപ്പോ വീഡിയോ എടുക്ക്. തുടങ്ങട്ടെ വരും. ആയിക്കോട്ടെ. മുകളിലോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ ആരുമില്ല. അത് മുറിച്ച് കളഞ്ഞു ഗൈസ്. അതിൻ്റെ ചോറിലൊക്കെ ഇരുന്നിട്ട് എന്തോരം. ആ അത് കുഴപ്പമില്ല, താങ്ക്സ്. തിരക്കാണോ? സ്വാഭാവികമല്ലോ, ഒന്നുമില്ല, ചുമ്മാ വന്ന മനസ്സിനത് കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല. ഏതാ നടക്കട്ടെ, ഓടിക്കോ സമയം കളയുന്നില്ല. പോകുന്നേരത്ത് കാണാം. 2 മണിന്നാണ് സാറ് പറഞ്ഞത്. പോകുന്നേരത്ത് കാണാം. ഓക്കെ. നമ്മുടെ ഒരു ചെക്കൻ ഇവിടെ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കോളയാട് നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഫുൾ A+ വാങ്ങി. 1200 മാർക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയറിലെ ഉത്സാഹം കാരണം അതിൽ ചെറിയ കുറവൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും മേക്കപ്പാവും. ഫ്യൂച്ചറിലൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്, നേഴ്സിങ്ങിന് പോകാൻ. അതൊരു നല്ല ഒരു ഓപ്ഷനായിട്ട് തോന്നില്ല. കാരണം ശ്രമിച്ചാൽ നൈജലിന് മുഴുവൻ മാർക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അക്കൗണ്ടിങ് ഫീൽഡ് തന്നെ, കൊമേഴ്സുകാരൻ്റെ വഴിയെ കൂടെ തന്നെ പോവാൻ, CAക്ക് ചേരുക. ഞാനത് അവന് സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഒരു പ്രാവശ്യം നോക്കിയാൽ അവന് മനസ്സിലാകുന്നവനാണ്, മെമ്മറി കൊണ്ട് പഠിക്കാൻ പറ്റുന്നവനാണ്. സോ വാട്ട്,
ആദ്യം അവിടെ എഴുത്തോളാം, ഇവിടെ എഴുത്തോളാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 1 2 3 4 5 6 7 തോളിയായി. വേണ്ട സുഖമല്ലേ? കുറേ അല്ലേ കണ്ടിട്ട്. മെസ്സേജ് പൈസ റിപ്ലൈ ഇല്ലല്ലോ. ഇല്ല എന്നാ വെയിൽ കൊള്ളുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. നമുക്കതില്ലായിട്ട് ജീവിക്കത്തില്ലല്ലോ. വയപ്പിലൊന്നും എടുത്തിട്ടില്ല. മിസ്സിൻ്റെ ക്ലാസ്സിൽ ചെന്നിട്ട് കണ്ണാടി നോക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ണാടി നോക്കാൻ പറ്റത്തില്ല ക്ലാസ്സിൽ ചെറുതരുന്നില്ല. ഇല്ല ഇപ്പം സ്കൂൾ പൂട്ടിയതിന് ശേഷം ഇതിപ്പോൾ 2ാമത്തെ വീഡിയോ എഴുതുള്ളൂ. കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓർമ്മ ആ കണ്ടൊക്കെ നേരത്തെ പിടിച്ചിരുത്ത് മുമ്പിലോട്ട് അവരെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഇരിക്കുന്നത്. But in the spotlight of success. This is Winners' Day, a moment to honor those who done. കൊമേഴ്സ് വിഭാഗം ടോപ്പർ നൈജിൽ ജോസ് ആണ്. നൈജിൽ ജോസിന്റെ ഫാദറും വന്നിട്ടുണ്ട്. ഒപ്പം അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരണമെന്ന് മാർക്ക് വാങ്ങി ആണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. പളയാളിൽ നിന്നാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. പളയാളിൽ നിന്ന് വന്ന് പഠിച്ച മണിക്കളവിൽ SSC നടത്തിയ നൈജിൽ ജോസിന് അദ്ദേഹത്തിന്റെ ഫാദറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. 2000 രൂപയുടെ ക്യാഷ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്ന മാത്യു വടക്കേടത്ത് അവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ അമ്മയുടെ വീട്ടിൽ അങ്ങനെയൊക്കെ വരാൻ സ്കൂളിലോട്ട് വരും, അല്ലാണ്ട് സ്കൂളിലോട്ട് വരാൻ പേടിക്കണ്ട. ആയിക്കോട്ടെ, സന്തോഷം. ആണോ ഇങ്ങനെ മൊത്തം പോവാണേ. കഴിച്ചാ പോട്ടെ. കൺഫ്യൂഷൻ ആക്കി ആ വീഡിയോ പിന്നെ ഇതിലേക്ക് ഇല്ല ഇതൊക്കെ ചുമ്മാ കട്ട് ചെയ്ത് ഓർമ്മയല്ലേ. സേവ് ചെയ്ത് നോക്ക്. എത്ര അതുകൊണ്ടാണ്
വേറെ ആളെ പരീക്ഷിക്കാൻ പോകുന്നു. ചായ കുടിച്ചില്ലല്ലോ, ചായ കുടിക്ക്. അല്ല എല്ലാം ആൾക്കാർ കാണുന്നുണ്ട്, ചുമ്മാ നാറ്റിക്കരുത്. ചായ കുടിക്ക്. ഇനി ചേട്ടനെ കൂടി പറഞ്ഞാൽ എന്തിനാ പോകേണ്ടത് പറ. ഇതൊക്കെ ഓർത്തിരിക്കാനോ ഒന്നുമില്ലെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് പുറത്തോട്ട് വന്നിട്ട് ചോദിക്കാം. ഞാൻ പോട്ടെ, എപ്പോഴെങ്കിലും കാണാം. മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ഇല്ല. എല്ലാവരും ഒന്ന് പറയട്ടെ. ഉണ്ടല്ലോ, പോവുകയാണ്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളൊക്കെ നേരുന്നു. നന്നായിട്ട് പഠിക്കണം, പഠിച്ച പോലെ ഏതാണോ മുന്നോട്ട് ഹയർ സ്റ്റഡീസിനായാലും എന്തായാലും പോകാം അല്ലേ. അപ്പോൾ ആ മേഖലയിൽ എവിടെയാണെങ്കിലും നന്നായിട്ട് പഠിക്കണം. ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു മണിക്കടവിന്. കൊമേഴ്സ് ക്ലാസ്സിൽ പ്രത്യേകിച്ച് എൻ്റെ കൊച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നൈജിലെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നല്ല ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മനസ്സിലാവും. ഞാൻ പറയില്ല, എൻ്റെ മോൻ്റെ കാര്യം അവരെപ്പോഴും പറഞ്ഞില്ല, എനിക്ക് പ്രകടിപ്പിക്കാറില്ല. ബൈ ബൈ. അപ്പൊ പഠിച്ച് വലിയ ആളൊക്കെ എത്തിച്ചു തരും കേട്ടോ. എന്താ ലൈവല്ലേ ബാക്കി നല്ല ഭാഗങ്ങളും നീട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ തീരെ ചെറുതല്ല, എല്ലാവർക്കും വലുതല്ല. അതുകൊണ്ട് ഇങ്ങനെ വലുതായോ കളർ നോക്കിയെടുത്താ ഇനിയിപ്പോൾ ഇപ്പം തന്നെ പോവാം. അതാണ് ഇത്രയും വലിയ അറിയിട്ടില്ല. പോവാ ഇനി വേണ്ട കുഴപ്പമില്ല. ആയില്ല, അതൊക്കെ എന്നും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നല്ല വിഷമമല്ല കേട്ടോ. അത് ഇത് എടുക്കുന്നത് പറയുന്നതല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാ ക്ലാസ് +1 ക്ലാസ് ഗൈസ്. എൻ്റെ പൊന്നെ, അവിടെ നിർത്തിക്കൊണ്ടാണ് കോളേജ് ഇവിടെ വന്നിട്ട് തല്ലി മേടിക്കേണ്ട ആവശ്യം നിനക്ക് ഉണ്ടോടാ എന്ന് എന്നോട് പ്രസാദ് ജി ചോദിച്ചു. ധർമാമ പോവാട്ടോ. അടുത്ത് കൊണ്ടുവരണമെങ്കിൽ അവർ എന്നെ വെയിറ്റ് ചെയ്തിട്ട് അല്ല അവരോടൊന്നും പറയണ്ടേ. ശരിയാ, എന്നാ ഇവിടെ നിർത്തിയാ പോരെ, അവിടെ അങ്ങോട്ട് വെച്ചാ പോരെ. എന്തിനു പോണെന്ന് അതുകൊണ്ടല്ലേ വന്നത്. പിന്നെ അതിലെയാണ് അതിനെ ഇങ്ങനെ വിളിച്ചേ. എന്തുവാ
എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വിളിച്ചു. ആര്? നീ അങ്ങോട്ട് വരുമോ? വരാം കേട്ടോ, വരാം. എന്നാ വർഷം നടത്തുക. ആ കൺഗ്രാജുലേഷൻ. താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. എന്നുണ്ട് വിശേഷം? സുഖം. വലിയ സുഖമൊന്നുമില്ല, ജലദോഷമാണ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേട്ടോ, ഡോക്ടർ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. നീ ഇല്ല മനസ്സിൽ നമ്മൾ പുറത്ത് കാണുമ്പോഴും നിന്റെ മനസ്സിൽ നിനക്ക് താല്പര്യം തോന്നണം. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ചേച്ചിയോട് പറയാം. ആ മറന്നുപോയി, ആലോചന പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയപ്പോൾ സ്റ്റുഡിയോ കണ്ടപ്പോൾ ഓർത്തെ. അത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പൂർവ്വതീയ ശക്തിയോടെ തിരിച്ചു വരാം. യൂട്യൂബ് വീഡിയോ ആ അതെ അതെ അതൊരു അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ വരും യൂട്യൂബിൽ നമ്മുടെ ആൾക്കാരാ, സ്വന്തം ആൾക്കാരാ. ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചേച്ചിയോട് ചോദിച്ചാൽ മതി, ചേച്ചി കാണിച്ചു തരുമോ? എന്നാൽ പിന്നെ പറഞ്ഞേക്കോട്ടെ, ഞാൻ പോട്ടെ, ഒന്ന് ഹോസ്പിറ്റലിൽ കൂടി പോകണം. എന്നാൽ ശരി, ഓക്കെ ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ്. അവിടെ ചെളിയാ. ഇതിന് അന്താഴേക്ക് തണുത്തിരിക്കുന്നേ. എന്ത് അമ്മ കാണുന്നുണ്ടോ? ഇല്ല, അമ്മൂല്ല, എല്ലാ നാട്ടുകാരും മൊത്തം കാണും. ഞങ്ങളിതിനകത്ത് പോകുന്നത് കണ്ടാ വീഡിയോ